അന്ന് രക്തത്തിൽ കുളിച്ചിരിക്കുന്നതായ എന്നെ രക്തേശ്വരം വരിക്കുന്നതായ വേർനാമത്തെയും കൊണ്ടാടി ഒരു കാലത്ത് അതിലൊപ്പിച്ചു. അന്ന് ദേവകുടതായിരിക്കുന്നതായ സങ്കടത്തെയും തീർത്തു. അതുകൊണ്ടും മതി പോരാ എന്ന അവസ്ഥ കരുതി സിംഹവാഹിനി മഹിഷവർദ്ധിനി എന്നിരിക്കുന്ന വേർനാമത്തെയും കൊണ്ടാടി ഒരു കാലത്ത് അതിലൊപ്പിച്ചു. അന്ന് നാഗൻ തന്ന മണിയെയും ചൂടി നാഗപുരം രക്തജാമണ്ടി എന്നിരിക്കുന്ന വേർനാമത്തെയും കൊണ്ടു കെട്ടാപുരം കൊല്ലാപുരം വജ്രാപുരം അങ്ങനെ ഇരിക്കുന്നതായ നാട്ടിനകത്ത് മരിയിട്ട് പാടും രാജരാജേശ്വരായ നിലനിന്നു. കുമ്പള 3000 വട്ടം നാട്ടിനകത്ത് കുമ്പള ചിത്രപീഠത്തിനകത്ത് ഞങ്ങളെ അക്ഷരബന്ധം തൊട്ട് ഉറപ്പിച്ചു. നാടി ഒന്ന് കിട്ടിയാൽ 2 കിട്ടിയാലൊന്നും മൊത്തം ചേർന്ന് മൊത്തം ശാസ്ത്രനെ ചങ്ങാതി അത്ര മൊഴികളെ ചിന്തിക്കുന്നുള്ളേ. കറവൂട്ടുകാര്യങ്ങളും മന്ത്രഭവിച്ചായിരിക്കട്ടെ. അന്ന് അടൂർദേവനും മധൂർദേവനും കാവലദേവനും കടിപുരത്ത് ദേവനും കുമാരമംഗല ശാസ്താവും കിന്നിമാണി പൂമാണിയും ഇരുവരും ഭൂതങ്ങളിയും കണ്ടുവന്നിച്ചതിൻ്റെ ശേഷം നേരെ തിരി നോക്കിപ്പോരുന്ന കാലത്തും എൻ്റെ അനന്തപുരത്തപ്പനെയും കണ്ടുവന്നിച്ചു. അതിലും വിചാരിച്ചു അന്ന് നേരെ തിരി നോക്കിപ്പോരുന്ന കാലത്ത് എൻ്റെ ഗതൂർ മാലിംഗേശ്വരം ധരിക്കുന്നതായ അഭിഷേകമൊഴുകുന്നതായ സനക്കൂറിനകത്തും സന്നിധാനത്തിനകത്തും ഞങ്ങളെ അഷ്ടകന്ധം തൊട്ട് ഉറപ്പിച്ചല്ലോ. ഇരിക്കട്ടെ, ഇതിൻ്റെതായിരിക്കുന്ന കുഴിലും കുറുമകളൊക്കെയും നിങ്ങളെന്നിരിക്കുന്നതായ റവാട്ടിനകത്ത് 4-3 കുമ്പള വസ്തുവിനും കുഞ്ഞുകുട്ടി കുടുംബത്തിനും വേണ്ടുന്നിരിക്കുന്നതായ ഭാഗ്യത്തെയും യോഗ്യത്തെയും കൊടുത്ത് രക്ഷിക്കണം എന്നിരിക്കുന്നതായ ഭക്തിയുണ്ടാവട്ടെ. ഇരിക്കട്ടെ, എങ്കിലും ദേവന്റെ മന്ത്രവാദി ഇരിക്കട്ടെ. മാളികേല മന്ത്രവാദി ഇന്നത്തെ ദിവസം മുൻഭേദമായിട്ട് വൃക്ഷവാസം എന്നിരിക്കുന്നതായ നൽപ്പൊഴുതിരക്കവട്ടം അല്ലേ എന്ന മാലിംഗേശ്വര ദേവനെന്നിരിക്കുന്നതായ മഹോത്സവങ്ങളൊക്കെയും ഭംഗിയാപ്രകാരം കൊണ്ടുപിടിച്ചുവല്ലോ അല്ലേ. മാളികേല മന്ത്രവാദി അത് കാലം പ്രതി എന്ന പ്രകാരത്തിങ്കൽ ഈ സന്നിധാനത്തിനകത്തും സാന്നിധ്യത്തിനകത്തും നടത്തിച്ചു പോകണമെന്നായിരിക്കുന്ന കർമാദികൾ തന്നെയല്ലത് അല്ലേ. മാളികേല മന്ത്രവാദി ഇന്ന് വരക്കും അതിനൊരു പിഴവ് വരുത്തിയില്ലല്ലോ മാതാവ്. മാളികേല മന്ത്രവാദി പിഴവ് വരുത്തിയോ? ഇന്ന് അവരക്കും പിഴവ് കൂടാതെ തക്കവണ്ണം എന്ന മാലിംഗേശ്വര ദേവൻ എന്നിരിക്കുന്നതായ മഹോത്സവങ്ങളൊക്കെയും ഭംഗിയാപ്രകാരം കൊണ്ടാടിയിട്ടുണ്ടല്ലോ നിങ്ങൾ. ഇന്നത്തെ ദിവസം മുൻഭേദമായിട്ടും വായും കയ്യിലും ഉണ്ടായിട്ടല്ല എൻ്റെ മാതാവേ കുടിക്കുന്ന ഓഹരിയെങ്കിൽ ഒന്ന് കുറച്ചെങ്കിലും എൻ്റെ മാതാവിനെ ഒരു നേരത്തെ ഭോജനെങ്കിലും ഞങ്ങളതായിരിക്കുന്നതായ സന്നിധാനത്തിനകത്ത് കൊടുത്തു പോകണമെന്ന് തന്നെയല്ലേ കരുതിയത്. അത് ഇന്നത്തെ ദിവസം മുൻഭേദമായിട്ട് എൻ്റെ ഒത്തും ചേർന്നിരിക്കുന്നതായ അഭിമാനങ്ങളും ഐശ്വര്യങ്ങളും തന്നെയല്ലേ ഇത് അല്ലേ അല്ല മാളികേല മന്ത്രവാദി. എങ്കിലും ഇന്നത്തെ ദിവസം മുൻഭേദമായിട്ട് മാതാവിനെ കാണുന്നതിക്കകത്ത് വേറൊരു ധനമൊന്നുമില്ല എടുത്ത് വാരി തരുവാൻ തക്കവണ്ണം കേട്ടോ. എങ്കിലും ചെല്ലുന്ന ദിക്കിനകത്ത് ഇന്നേ വരക്കും വേറൊരു പിഴവ് വരുത്തുവാൻ ഇടവരുത്താതെ എൻ്റെ മന്ത്രവാദിമാരെ മാതാവ് തന്നെ രക്ഷിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഇനിയും രക്ഷിച്ചെടുത്തേക്കണം. സന്നിധാനം സാന്നിധ്യം മുൻഭേദമായിട്ടും അനേകം കാര്യകർമാദികളുണ്ട് ചെയ്തു പോരുവാൻ തക്കവണ്ണം അല്ലേ മന്ത്രവാദി അല്ലേ. അതിനൊക്കെയും ഒരു തുടക്കം കുറിച്ചിട്ടില്ലേ നിങ്ങൾ ഇല്ലേ. ഒരഷ്ടമംഗല പ്രശ്നം ഇരിക്കുന്നതായ അഭിമാനങ്ങളും ഐശ്വര്യങ്ങളൊക്കെയും നിങ്ങൾ കൊണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെയും കുഴി കണ്ടു വെക്കാം മാതാവ് കേട്ടോ. എങ്കിലും ഇന്ന് മുഖം തന്നു. എങ്കിലും എൻ്റെ കടാര മന്ത്രവാദി ഉണ്ടോ എടുത്തിട്ട് ഉണ്ടോ? ഇരിക്കട്ടെ ദേവന്റെ മന്ത്രവാദി ഇരിക്കട്ടെ. ദേവന്റെ മന്ത്രവാദി ഇന്നത്തെ ദിവസം ഉദ്യോഗമായിട്ട് ചെയ്താലോ ബ്രഹ്മലോക പ്രാപ്തിക്ക് തുല്യം തന്നെയല്ലേ എന്ന മന്ത്രവാദി അല്ലേ. എങ്കിലും എൻ്റെ മാലിംഗേശ്വരൻ ദേവനെന്നിരിക്കുന്നതായ അങ്ങനെ ഇരിക്കുന്നതായ ഉൽപ്പത്തി സ്ഥലത്തിനകത്ത് എപ്പോഴും മുടങ്ങാതെ ഇടത്തക്കവണ്ണം അതിനകത്ത് പൂജാതി കർമാദികളൊക്കെയും
ഇന്നേ വരക്കും വേറൊരു പിഴവ് വരുത്തിയോ മാതാവ്? വരുത്തിയോ? അറിഞ്ഞും അറിയാതെയും ചെയ്തിരിക്കുന്ന കർമ്മമല്ലേ? എന്ത് പിഴവുണ്ടെന്ന് വരികയോ എന്റെ മാതാവൊന്ന് പുറത്തുരക്ഷിക്കണമെന്നിരിക്കുന്നതായ ഒരു വലുതായിരിക്കുന്ന ഒരു ഭക്തി തന്നെയല്ലേ അല്ലേ? ആ ഭക്തിക്ക് കൊണ്ട് തന്നെയല്ലേ ഇന്നേ വരക്കും എന്റെ മന്ത്രവാദി ഇതൊക്കെയും ചെയ്തത് അല്ലേ? ഇനിയും ഇതിനകത്ത് ചെയ്യുവാനുള്ളതായിരിക്കുന്ന കരുത്തു ശക്തികളും മനസ്സൊക്കെയും തന്ന് രക്ഷിക്കണമെന്റെ മാതാവ്. വേറൊരു രോഗാലസിയിലും മെയ്യാലസിയിലും അമ്മ ചാടിക്കളിയാൻ ഇടവരുത്താതെ നിങ്ങൾ എന്നിരിക്കുന്ന കുഞ്ഞുകുട്ടി കുടുംബാധികന്മാരെ മാറത്തും മടിയിലും വെച്ചിട്ട് അമ്മ രക്ഷിച്ചെടുത്താൽ പോരെ മന്ത്രവാദി. അന്ന പൂർണ്ണേശ്വരി തന്നെയല്ലേ മാതാവ് തറവാടിനകത്ത്? മറന്നുപോയിനാ? മറക്കണ്ട. ചെല്ലുന്ന ദിക്കിനകത്ത് വചനം കേട്ടു പോകുന്ന പ്രകാരം ആസനത്തിനും ഭോജനത്തിനും കുറവട വരുത്തുവാൻ ഇടവരുത്താതെ അമ്മ രക്ഷിച്ചെടുത്താൽ പോരെ. രക്ഷിക്കാമമ്മ കേട്ടോ. ഉണ്ടോ? അല്ലേ? മന്ത്രവാദിമാരെ ക്ഷാമമാണോ? അല്ല, ഇന്ന് ക്ഷേമമാണ്. അമ്മേന സങ്കടത്തോടും കൂടി വിളിച്ചിട്ടുണ്ട്. എന്റെ കരത്തിനകത്തും ഒന്നുമില്ല എന്റെ അമ്മ. എന്റെ അമ്മ തന്നെ അതൊക്കെയും തന്ന് രക്ഷിക്കണം. ഇന്ന് തന്നില്ലേ അമ്മ? ഇനിയും എന്റെ അമ്മ തന്നെ തരണം അല്ലേ? എങ്കിലും തറവാടിനകത്ത് കൈയെടുത്തില്ല, വാർദ്ധക്യമായില്ലേ? എങ്കിലും എന്റെ അമ്മേനെ ഒരു നോക്ക് കാണണം. അതല്ലേ മനസ്സുകൊണ്ട് കരുതിയത്. ഇന്ന് സാധ്യം വന്നില്ല. പാദത്തിനും ശരീരത്തിനും തളർച്ച വന്നുപോയി. എങ്കിലും അമ്മയില്ലേ കൂടെ? പൂക്കെല്ലാം പോയി ഊന്ന് വടിയെങ്കിലാകുന്ന കാലത്തും ഒരു തോണിക്കൊരു തുഴയായിട്ട് തക്കവണ്ണം കൂടി ഉണ്ടായാൽ പോരെ. കേട്ടില്ലേ? പാടാറുകുളങ്ങര ഭവതിയും ശേഷമുള്ള ദൈവാധീനങ്ങളും ഒക്കെയും ഇല്ലേ ഇതിനകത്ത് അല്ലേ? പടത്തൂർന്നിരിക്കുന്ന അഭിമാനങ്ങളും ഐശ്വര്യങ്ങളും കുറച്ച് കളഞ്ഞോ അമ്മ? കുറച്ച് കളഞ്ഞില്ല. ഇനിയും കുറച്ച് കളയാൻ ഇടവരുത്താതെ അമ്മ തന്നെ നോക്കിയും കണ്ടും രക്ഷിച്ചെടുത്താൽ പോരെ. എൻ്റെ ഇല്ലത്തിന രക്ഷിക്കാമമ്മ കേട്ടോ. 9 അമ്പതിനാലുകളെ എന്റെ 9 6 അങ്ങനെയിരിക്കുന്ന അല്ലെ? ഉണ്ടകളം 10 കവടിയാർ 10 അമത്തോട് 10 അല്ലെ? കൊതൂർ 10 എന്നില്ലല്ലോ അല്ലെ? വിശ്വർമാവുണ്ടോ? ഉണ്ടോ വിശ്വർമാവില്ലേ? വിശ്വർമാവ് മാണവ പർവ്വതത്തിൽ നെടുവാലി അതിലും വിശേഷിച്ചിട്ട് ക്ഷീരം തന്ന് വളർത്തിയിരിക്കുന്നതായ ഒരു മാതാവിന് തുല്യമായിരിക്കുന്ന ഒരു മാതാവൊക്കെയും ഇല്ലേ തറവാടിനകത്ത് അല്ലേ? ഇന്നത്തെ ദിവസം മുൻഭേദമായിട്ടും അമ്മേനെ കൂടി കണ്ടില്ലേ? സൗഖ്യമല്ലേ? സൗഖ്യം കുറഞ്ഞു പോയോ? ഇരിക്കട്ടെ, സന്താനങ്ങൾക്കൊക്കെയും ദേഹസുഖം കൊടുക്കണം എൻ്റെ മാതാവ്. അതല്ലേ വേണ്ടത്? അമ്മയുടേതായിട്ടുള്ള വളമള ചിരഞ്ചിരിക്കുന്ന ക്ഷീരം തന്നിട്ട് രോഗാശിയിൽ നിന്നൊക്കെയും പിടിച്ച് കരകയറ്റി തരണം എൻ്റെ മാതാവേ. അങ്ങനെ ഇരിക്കുന്നതായ ഒരു ഭക്തിയും വിശ്വാസങ്ങളും തന്നെയല്ലേ അല്ലേ? ഇന്ന് അമ്മയോടല്ലേ കേട്ട് കേൾപ്പിച്ചത് പാതിരാമുരം മുമ്പേതുമായിട്ട്. അതിനൊരു അറുതി അമ്മ തന്നാൽ പോരെ. തന്ന് രക്ഷിക്കാൻ കേട്ടോ. ഈശ്വരമാരെ ചാടിക്കളയില്ല. അപേക്ഷിക്കുന്ന ദിക്കിനകത്ത് ഇന്നേ വരക്കും അമ്മ ഉപേക്ഷ വരുത്തുവാൻ ഇടവരുത്തിയില്ല കേട്ടോ. ഈശ്വരമാരെ വിശ്വം എന്താണ്? ഈ പ്രപഞ്ചം അല്ലേ? അതിന് സാക്ഷ്യം വഹിക്കുന്ന വസ്തു തന്നെയല്ലേ എൻ്റെ വിശ്വമാവ്. ചാടിക്കളിയാൻ ഇടവരുത്താതെ അമ്മ രക്ഷിച്ചെടുക്കാൻ കേട്ടോ. അബത്തോട് 10 അല്ലേ? ഇരിക്കട്ടെ ഇല്ലേ? ഇതിനകത്ത് 4 സാധനം വൈദ്യനുണ്ടോ? ഇല്ലേ? 4 സാധനത്തെ വൈദ്യൻ. അങ്ങനെ ഇരിക്കുന്ന പ്രധാനിലല്ലേ? ആന വൈദ്യൻ, മരുന്ന് വൈദ്യൻ അല്ലേ? അങ്ങനെ ഇരിക്കുന്നതായ അഭിമാനങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെയും ഇല്ലേ നിങ്ങൾക്ക്? തന്നില്ലേ? എന്താണ് 4 സ്ഥാനങ്ങൾ? പുത്തൂർ കൊട്ടിയ അല്ലേ? മഞ്ചത്തെ കുന്ന്, മാന്ത്രോടി കുത്ത് അല്ലേ? എങ്കിൽ കോട്ടക്കാർ സ്ഥാനങ്ങൾ അങ്ങനെ ഇരിക്കുന്നതായ അഭിമാനങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് തന്നില്ലേ അമ്മ? ഇല്ലേ? ഇരിക്കട്ടെ. ഇന്ന് അമ്മേനെ കണ്ടില്ലേ? സന്തോഷമായില്ലേ? ഇരിക്കട്ടെ. കടക്കണ്ണിലെ കടാക്ഷ വീക്ഷകളെ കൊണ്ട് അമ്മ രക്ഷിച്ചെടുത്താൽ പോരെ. രക്ഷിക്കാമമ്മ കേട്ടോ. ചെല്ലുന്ന ദിക്കിനകത്തൊക്കെയും ഇതോ കഥ എന്ന് പറയിച്ചു കളയാൻ ഇടവരുത്താതെ ശക്തിസമൃദ്ധിയായിരിക്കുന്ന മാതാവ് രക്ഷിച്ചെടുത്താൽ പോരെ. രക്ഷിക്കാം കേട്ടോ. എന്റെ ഗതൂർ 10 നിരിക്കുന്ന കുടുംബാധികന്മാർ തന്നെ. ഗതൂർ മാലിംഗേശം നിരിക്കുന്നതായ അഭിഷേകം ഒഴുകുന്നതായ നടയിൽ തന്നെയല്ലേ നിങ്ങൾ വസിക്കുന്നത് അല്ലേ? ഇന്നത്തെ ദിവസം മുൻഭേദമായിട്ടും അമ്മക്ക് വേണ്ടിയിട്ടല്ലേ സേവകളൊക്കെ ചെയ്യുന്നത്. അത് കാലം പ്രതി എന്ന പ്രകാരത്തിൽ ഇതിനകത്ത് ഇങ്ങനെതായിട്ടുള്ള സേവകളൊക്കെ നിങ്ങൾ ചെയ്തു പോരുന്നില്ല ഇല്ലേ? ഇനിയും സേവ ചെയ്യാനുള്ളതായിരിക്കുന്ന കരുത്തും ശക്തികളും മനസ്സും ആയുസ്സും ആരോഗ്യങ്ങളും അമ്മ തരണം. അതല്ലേ വേണ്ടത്.
സൗഖ്യമല്ലേ എൻ്റെ കുടുംബത്തിൽ? സൗഖ്യം കുറഞ്ഞു പോയോ? സുഖദുഃഖ സമ്മിശ്രമല്ലേ ജീവിതം അല്ലേ? സുഖമുണ്ടാവാം, ദുഃഖമുണ്ടാവാം. ആ സുഖത്തിലും ദുഃഖത്തിലും അമ്മ കൂടെ നിന്നിട്ട് ഞങ്ങൾക്ക് വീടുന്നിരിക്കുന്ന സർവഭാഗ്യങ്ങളും ആരോഗ്യ സമ്പൽ സമൃദ്ധികളും ഒക്കെയും തമ്മിൽ രക്ഷിക്കണം. അതല്ലേ വേണ്ടത്? 64 കളത്തിനകത്തും ചെല്ലുന്ന ദിക്കിനകത്ത് അഞ്ഞിന് മുഖം പൊത്ത് ശിരസ് പണങ്ങാൻ ഇടവരുത്താതെ ചെന്ന കളത്തിനകത്ത് ശ്രീമാനായിട്ട് വാഴേണ്ടതായിട്ടുള്ള പരമഭാഗ്യമൊക്കെ അമ്മ തന്നാൽ പോലെ 48,000 സൗഖ്യമല്ലേ? അമ്മേനെ കണ്ടില്ലേ? എത്ര വാണ്ടത് ഒന്നും കണ്ടില്ലേ? സന്തോഷമായില്ലേ? ഇരിക്കട്ടെ. എങ്കിലും പല പല ചിരിഞ്ഞിരിക്കുന്ന ക്ഷീരം തന്നിട്ട് അന്നോടതായിട്ടുള്ള മാറോട് ചേർത്ത് പിടിച്ചിട്ട് നിങ്ങളിരിക്കുന്ന കുഞ്ഞുകുട്ടി കുടുംബാധികന്മാരെ അന്നോടതായിട്ടുള്ള മാറത്തും മടിയിലും വെച്ചിട്ട് അമ്മ രക്ഷിച്ചെടുത്താൽ പോലെ. നോവും നൊമ്പരങ്ങളൊക്കെയും വരുന്ന ജീവിതത്തും നോവും നൊമ്പരങ്ങളെയൊക്കെയും അമ്മ തന്നെ തട്ടിത്തിരിച്ചിട്ട് സൗഖ്യം തന്നെ ഒഴിച്ചെടുക്കാൻ പറ്റുന്നതാണ്. സൗഖ്യമല്ലേ ഇന്ന്? എങ്കിലും ഇത് മാതാവും അല്ലേ പിതാവും ചൊല്ലിത്തെരുന്നിരിക്കുന്ന വഴികൾക്കും മൊഴികൾക്കും ഇന്നേവരക്കും നടന്നില്ലേ? 49,000 ഇനിയും അങ്ങനെ തന്നെ ആവണം കേട്ടോ. എന്നാൽ വസ്ത്രം കേട്ട് പോകുന്ന പ്രകാരത്തിൽ ആസനത്തിനും ഭോജനത്തിനും കുറവടി വരുത്തുവാൻ ഇടവരുത്താതെ അമ്മ എത്തിച്ചെടുത്താൽ പോരെ. അമ്മേനെ വിളിച്ചില്ലേ? സങ്കടം തീർന്നു തന്നെ. അല്പം കൂടി സങ്കടമുണ്ട്. എന്ത് വേണം അത്? അതും കൂടി എൻ്റെ അമ്മ തന്നെ തട്ടിച്ചിരിക്കണം അല്ലേ? മേൽപോട്ട് നോക്കിയാൽ ആകാശം, കീഴ്പോട്ട് നോക്കിയാൽ ഭൂമിയും ഇടം വലം തിരിഞ്ഞു നോക്കുന്ന കാലത്തും എൻ്റെ മാതാവ് മാത്രമേ എനക്കൊരു കൈസഹായങ്ങളൊക്കെ ഇരിക്കട്ടെ. കല്ലിനും മരത്തിനും ദേവനും വേദബ്രാഹ്മണനും ഇല്ലേ ശനിയും ശത്രുപേരനും? അത് അല്പത്തിൽ ഭന്നു ഭവിച്ചു. അതിന് നേരെ എൻ്റെ മാതാവ് മുഖം തിരിച്ചില്ലാതെ സങ്കടം വേണ്ട കേട്ടോ. അതൊക്കെയും അമ്മ തന്നെ തട്ടിത്തിരിച്ചിട്ട് സൗഖ്യം തന്നാൽ പോലെ സൗഖ്യം അല്ലേ? എനിക്ക് ദൂർദേവനം ധരിക്കുന്നതായ മാലിംഗേശനം ധരിക്കുന്ന അഭിഷേകം ഒടുക്കുന്നതായ സലക്കൂറിനകത്തും സന്നിധാനത്തിനകത്തുമല്ലേ നിങ്ങളേവരും വസിച്ചു പോരുന്നത് അല്ലേ? എൻ്റെ അടുക്കലല്ലേ വസിക്കുന്നത് നിങ്ങളേവരും അല്ലേ? ഇന്നേ വരക്കും വേറിട്ടൊരു വിഷമാദികൾ വരുത്തിനോ അമ്മ? ഇല്ല. ഇനിയും വരുത്തുവാൻ ഇടവരുത്താതെ രക്ഷിക്കണം എൻ്റെ മാതാവ്. അതല്ലേ വേണ്ടത് അല്ലേ? എൻ്റെ ഭക്തനും ഇന്നൊരു കൈസഹായം ഒക്കെയും തന്നില്ലേ അമ്മ? അടുക്ക ദിനമെന്ന പ്രകാരത്തിൽ അനേകം ഭാരവാഹിത്വം ഒക്കെ വിഗ്രഹത്തെ വഹിച്ചില്ലേ നിങ്ങൾ? നിന്നിരിക്കുന്ന ദേഹദ്വാനങ്ങളും അല്ലേ കൊണ്ട് ഞങ്ങളെ അല്ലേ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അത്രയും പ്രയത്നം ചെയ്തത് നിങ്ങൾ അല്ലേ? കുടിക്കുന്ന ഉള്ളിലും കുടിക്കുന്ന കഞ്ഞിക്കും ബുദ്ധിമുട്ടും മനത്തിലും വരുത്തുവാൻ ഇടവരുത്താതെ അമ്മ തന്നെ ഇന്നേ വരക്കും രക്ഷിച്ചെടുത്തില്ലേ? ഇനിയും എന്നെ അമ്മ തന്നെ രക്ഷിക്കണം. അത് അമ്മ തന്നെ രക്ഷിച്ചെടുത്താൽ പോരെ. എൻ്റെ അമ്മത്തോട് പറ്റുന്നിരിക്കുന്നതായ കുടുംബാധികന്മാരെ മാറത്തും മടിയിലും വെച്ചിട്ട് അമ്മ രക്ഷിച്ചെടുത്താൽ പോരെ. എങ്കിലും അമ്മനെ വിളിച്ചില്ലേ? സങ്കടം തീർന്നോ ഇന്ന്? ഇരിക്കട്ടെ. മക്കോളം വന്നടഞ്ഞു അല്ലേ? കരത്തിനകത്ത് എത്തിയില്ല. ഇരിക്കട്ടെ. അത് അമ്മ തന്നെ നിങ്ങളെന്നിരിക്കുന്ന കരത്തിനകത്ത് എത്തിച്ച് തന്നാൽ പോരെ. അത് അമ്മക്ക് കൈദർശനം തരൂലേ? ഇരിക്കട്ടെ. അമ്മേനെ വിളിച്ചില്ലേ? സങ്കടത്തോടു കൂടിയില്ലേ വിളിച്ചില്ലേ? അതൊക്കെയും അമ്മ തന്നെ വാങ്ങി അനുഭവിച്ചാൽ പോരെ. കാലം മൂർത്ത വന്നാണ് കേട്ടെ. അതൊക്കെയും മാതാവ് തന്നെ വാങ്ങി അനുഭവിക്കുവാൻ കൂടി എന്ത് കേട്ടോ. രക്ഷിക്കാമമ്മ കേട്ടോ. കൈസഹായങ്ങളൊക്കെയും ചെയ്തു തരണം അല്ലേ? എങ്കിലും ഹരിഹരപുത്രനിരിക്കുന്ന പന്നട്ടിങ്കിലൊക്കെയും രേഖപ്പെടുത്തിയിരിക്കുന്ന ആർദ്രമാണല്ലോ. ഉയർന്ന ഗിരി കയറുന്ന ദിക്കിനകത്തും ശരണമന്ത്രങ്ങളൊക്കെയും ഉച്ചരിക്കുന്ന ദിക്കിനകത്തും വായിലും നാവിനും വലത്ത് കൈക്കും ഒരു കൈവകർച്ച തന്നാൽ പോരെ. നാവിന് ഇടർച്ച വരുത്തുവാൻ ഇടവരുത്തല്ലേ എൻ്റെ മാതാവേ. അങ്ങനെ ഇരിക്കുന്നതാ ഒരു ഭക്തിയും വിശ്വാസങ്ങളൊക്കെയും ഉണ്ടാവട്ടെ കേട്ടോ. എന്നാൽ ഈ ഞാലക്ക് തന്നെ അമ്മ തിരിച്ചെത്തിച്ചെന്നാൽ പോരെ. രക്ഷിക്കാമെന്ന് മൊഴികളാണ്. കളമാനല്ലേ എങ്കിലും മുതുവാൻ മാണതാക്കിയ അനുഭവങ്ങളും ഐശ്വര്യങ്ങളും അമ്മ തന്നാൽ പോരെ. തന്ന് രക്ഷിക്കാം കേട്ടോ. ഹരിഹരപുത്രൻ നിൽക്കുന്ന പൊന്നട്ടയും ഒക്കെയും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഉയർന്ന ഗിരി കയറുന്ന ദിക്കിനകത്തും പാദത്തിനും ശരീരത്തിനും താഴ്ച ഇടവരുത്താതെ അമ്മ രക്ഷിക്കാം കേട്ടോ. നിങ്ങളെന്തിരിക്കുന്ന കർമ്മബന്ധാവുകളൊക്കെയും ചെയ്തത് അല്ലേ? എങ്കിലും എന്ത് വിളകൊണ്ടെത്തുന്നുവെങ്കിലും അമ്മയൊന്ന് പുറത്ത് രക്ഷിക്കണമെന്നിരിക്കുന്നത് ആ ഒരു ഭക്തിയും വിശ്വാസങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ടാവട്ടെ കേട്ടോ. നിങ്ങളുടേതാക്കുന്ന പൂർവികൻ അല്ലേ പിതാവ് ചവിട്ടിത്താണ് വട്ടം പിടിച്ചിരിക്കുന്ന തലക്കൂറല്ലേ ഇത്? അത് മറക്കണ്ട കേട്ടോ. കുറുപ്പന്ദ്രൻ
എങ്കിലും ഇന്നത്തെ ദിവസം മുൻപേതുമായിട്ടും ഇതിൻ്റെ മാലിംഗേശ്വര ദേവൻ എന്നിരിക്കുന്നതായ ദേവസംഖ്യത്തിൻ്റെ അകത്ത് ഇന്ന് നമ്മുടേതായിട്ടുള്ളതായ ഒരു കീർത്തികളൊക്കെയും എടുത്തെഴുന്നള്ളതായിട്ടുള്ള ഭാഗ്യം ഇന്നെൻ്റെ കുറുക്കങ്ങൾ കിട്ടിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അതിന് മഹന്നിരിക്കുന്നതായ ഒരു ഭക്തി ഉണ്ടാവട്ടെ. രക്ഷിക്കാമമ്മ നമ്മുടേതായ കടക്കണ്ണിലെ കടാറ്റ വിഷയങ്ങൾ കൊണ്ട് അമ്മ രക്ഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉണർന്നേ ഇല്ലേ, തറവാട്ട് പൈതങ്ങളില്ലേ, തറവാട്ട് പൈതങ്ങളില്ലേ ഇതിനകത്ത് ഇല്ലേ? സൗഖ്യമല്ലേ ഇനി? സൗഖ്യം കുറഞ്ഞു പോയോ? സൗഖ്യം കുറയുന്ന ദിക്കിനകത്ത് മാറത്തട്ടിച്ച് വിളിക്കാറാവട്ടെ മാതാവിനെ. നോവും നൊമ്പരങ്ങളൊക്കെയും വരുന്ന ദിക്കിനകത്തും നോവും നൊമ്പരങ്ങളൊക്കെയും അമ്മ തന്നെ തട്ടിയും അമ്മ തരുന്നുണ്ട് കേട്ടോ. സ്ഥിരം ചെയ്തേക്കുമേ ാകുമ്പടി ജാലാകുമ്പടി ആർദ്രത്താകുമ്പടി കമ്മന്തളാകുമ്പടി അമ്പടിമാരെ ഏവരോടുമാണ് ഇന്നത്തെ ദിവസം മുൻഭേദമായിട്ട് ഒരു സ്ഥാനത്ത് ഉണ്ടാക്കിയാൽ ഞങ്ങളെ മാനം പക്കത്തേക്കും പക്കത്തെ മാനം ഞങ്ങൾക്ക് എന്നിരിക്കുന്ന അഭിമാനങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെയുമില്ലേ അല്ലേ. എൻ്റെ ബ്രഹ്മസഭക്ക് കരിക്കും കൂടും ഒരുമിക്കാറാവട്ടെ. ശേഷം ഞാൻ എടുത്ത് വഴക്കം ചെയ്യാം കേട്ടോ. ഒരു അഭിമാനം വെച്ചാൽ പോലെ അത് കാലം പ്രതി അങ്ങനെ ചെയ്തിരിക്കുന്ന അനുഭവമല്ലേ അത് അതുപോലെ ആവട്ടെ കേട്ടോ. ശേഷം ഞാനെടുത്ത് പൊരുത്താകുന്നു കേട്ടോ. അഭിമാനമാണ് കേട്ടോ. കേട്ടോ അമ്മേടെ കരം പിടിച്ചിട്ടുണ്ടല്ലോ, പിടിച്ചിട്ടില്ലേ അമ്മേടെ? ഇനിയും എൻ്റെ അമ്മ തന്നെ കരമാണ് കേട്ടോ. ാരുണ്ടോ അല്ല വാ പൂജാരി അങ്ങനെയൊക്കെ പ്രധാനമാണ്. ഏകോദര സഹോദര ഭാവമല്ലേ, കണകടിക്കല്ലേ, തോലിത്തല്ല് തല്ലുവാൻ ഇടവരുത്താതെ അമ്മ തന്നെ രക്ഷിക്കണമെന്നിരിക്കുന്നതായ ഒരു ഭക്തി ഉണ്ടാവട്ടെ കേട്ടോ. മാളികേരമന്ത്രവാദി മാളികേരമന്ത്രവാദി കുടുംബാധികന്മാരെ പാറക്കിലാകുമ്പടി ജാലും അല്ലേ, അത് രസമറിഞ്ഞ് അനുഭവിക്കണ്ടേ അമ്മ അല്ലേ. അന്നതായിട്ടുള്ള കുട്ടി മാത്രം പൂരിച്ചാൽ പോലെ മതിയോ? പോരാ, നിങ്ങളെ കുട്ടി ഇതിനകത്ത് പൂരിക്കണ്ടേ, എന്നാലേ അമ്മക്ക് സന്തോഷമുണ്ടാവൂ അല്ലേ. കരിച്ചു വാടുന്ന ദിക്കിനകത്തും നനച്ചു വിതക്കുന്ന ദിക്കിനകത്തും മൂരുപൂട്ട് മുഴുകേറിത്തുന്നവെങ്കിലും പൊൻപോത്തെ കൂട്ടി പൊൻകതിര് വിളയിച്ച് മണിനാടി വെച്ച് മുത്തളപ്പാനുള്ളതായിട്ടുള്ള ഭാഗ്യമൊക്കെയും അമ്മ ഈ സന്നിധാനത്തിനകത്ത് തന്നാൽ പോലെ. കളയില്ലാതൊരു വിളയുണ്ടാക്കി അല്ലേ, കളകളെന്ന് വാരിക്കളിപ്പാനും പുലിമുലിന്ന് വാരി നിറപ്പാനും ഉള്ളതായിരുന്ന ഭാഗ്യം അമ്മ തരുന്നുണ്ട് ഈ സന്നിധാനത്തിനകത്ത്. എങ്കിലും അനേക കർമാദികളൊക്കെയും ഉണ്ട് ഇതിനകത്ത് നടക്കുവാൻ തക്കവണ്ണം. അതൊക്കെയും എന്ത് വേണം, അമ്മേനെ നിലച്ചും കൊണ്ട് വേണം അതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം കേട്ടോ. ആമ്പടിമാരെ എൻ്റെ പത്തോടുമാന്നേ ഇതിനകത്ത് അമ്മേനെ നിലച്ചും കൊണ്ട് വേണം അതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം. അതൊക്കെയും കയ്യൊരുക്കം അമ്മ പിടുങ്ങനെന്ന പ്രകാരം തീർത്ത് തന്നാൽ പോരെ. ഇന്ന് തന്നിരിക്കുന്ന കഞ്ഞി അനുഭവിക്കട്ടോ, സന്തോഷമല്ലേ.
മംഗളാൽത്തരത്തിനൊക്കെയും അടയാളം എടുത്ത് വടക്കം ചെയ്യണമല്ലോ അല്ലേ? ഇവിടിങ്ങനെ ആവട്ടെ. അക്ഷയപാത്രമില്ലേ ഇതിനകത്ത് വെക്കുവാൻ തക്ക വണ്ണം? ഇവിടിങ്ങനെ ആവട്ടെ. ഇത് പാഞ്ചാലി കൊടുത്തിരിക്കുന്ന അക്ഷയപാത്രമാണ് കേട്ടോ. ഇത് വാരിയാലും കോരിയാലും തകയാതുള്ള ധനസമ്പത്തൊക്കെയും ഇതിനകത്ത് കുഞ്ഞുകൂടേണ്ടതാകുന്ന ഭ്രമഭാഗ്യം അമ്മ തരുന്നുണ്ട് കേട്ടോ. ഇരിക്കട്ടെ. അവിടെ കൊടുത്തു എന്റെ മന്ത്രവാദി വസൂരിയോട് നട്ടമുട്ടത്തോട് നട്ടപ്രോതോട് തൊട്ടുതീനി വട്ടം വരുന്നത് ഇക്കകത്തും എന്റെ അമ്മ തഴുകിയടിച്ച് ഉണപ്പാട് വരുത്തി തന്നേക്കണം എന്റെ മാതാവേ. അങ്ങനെ ഇരിക്കുന്നതായ ഒരു ഭക്തിയും വിശ്വാസങ്ങളൊക്കെയും നിങ്ങളുടേതായിട്ടുള്ള ഹൃദയത്തിനകത്ത് എപ്പോഴും ഉണ്ടാവട്ടെ. ഭക്തി ഇല്ലായിട്ടല്ല വിഷയിക്കുന്നത് അമ്മ കേട്ടോ. ഇത് കലിയുഗമാണ്. കലിയുഗത്തിനകത്ത് ഈശ്വര സാക്ഷാത്കാരം സിദ്ധിക്കണമെങ്കിൽ ഭക്തിയെ പോലെ വേറൊരു മാർഗങ്ങളില്ല കേട്ടോ. ധർമാർത്ഥ കാമമോക്ഷങ്ങളായിരിക്കുന്ന പുരുഷാർത്ഥങ്ങളും ഭക്തി കൊണ്ട് തന്നെയല്ലേ സിദ്ധിക്കുന്നത്. തറവാട് മുൻപേതുമായിട്ടും ശരീരം മുൻപേതുമായിട്ടും വേറൊരു അറ്റകുറ്റങ്ങളും മഞ്ഞാത്ത പഴയും വെറുത്തുവാൻ ഇടവരുത്താതെ മാറത്തടിച്ച് വിളിക്കാറാവട്ടെ. ഒന്ന് വിളിക്കുന്ന ദിക്കിനകത്ത് 9 അനുഭവങ്ങളും ഐശ്വര്യങ്ങളും അമ്മ തന്നാൽ പോലെ തന്ന് രക്ഷിക്കാം. ഇന്ന് വാരി തന്നിരിക്കുന്നതായ സിദ്ധമായിരിക്കുന്ന ഔഷധമാണ്. 21 സ്ഥാനത്ത് കാലത്തിന് വരികിലും നെറ്റിക്കൊരു പൺകുറിയായി തൊട്ടാൽ ഇതിൻ്റെതായിരിക്കുന്ന കുളിരും കുറുമകളും തറവാടിനകത്ത് അമ്മ തന്നാൽ പോലെ തന്ന് രക്ഷിക്കാം. ായ ദേവസംഖ്യത്തിനകത്ത് ഒരു സേവകളൊക്കെ ചെയ്തില്ലേ? അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള പൂർവികന്മാര് നടന്നിരിക്കുന്നതായ അനുഭവങ്ങളും ഐശ്വര്യങ്ങളും തന്നെയല്ലേ? അത് മുടങ്ങാതെ തക്കവണ്ണം ഇന്ന് നിങ്ങൾക്ക് നടന്നിട്ടുള്ളതായിരുന്ന അനുഭവം ഐശ്വര്യങ്ങളും അമ്മ തന്നിട്ടില്ലേ? അല്ലെ? എങ്കിലും ഇനിയും എന്ത് വേണം അമ്മ? വായുനാവിനും വലത്ത് കൈക്കും കൈവകച്ച തന്ന് എന്റെ അമ്മ തന്നെ വേണ്ടുവോളം വെച്ച് പരിപാലിച്ച് രക്ഷിക്കണം എന്റെ മാതാവേ. അങ്ങനെ ഇരിക്കുന്നതായ ഒരു ഭക്തി എപ്പോഴും ഉണ്ടാവട്ടെ കേട്ടോ. എന്നാൽ മഹാവ്യാധി എന്നിരിക്കുന്നതായ തേന്മാവൊക്കെയും പൂക്കുന്ന കാലത്തും ആ കാർമേഘത്തെ പിടിച്ചിട്ട് അമ്മ സൗഖ്യം തന്നാൽ പോലെ സൗഖ്യം തന്ന് രക്ഷിക്കാം. കുടുക്കുന്ന ഊരിനും കുടിക്കുന്ന കഞ്ഞിക്കും ഇന്നേ അവരക്കും വേറൊരു ബുദ്ധിമുട്ടും മനത്തിലും അമ്മ വരുത്തിയിട്ടില്ല. ഇനിയും വരുത്തുവാനിട വരുത്താതെ അമ്മയുടേതാക്കുന്ന പല പല ചിരഞ്ചിരിക്കുന്ന ക്ഷീരം തന്നിട്ട് കുഞ്ഞുകുട്ടി കുടുംബാളികന്മാരെ മാറത്തും മടിയിലും വെച്ചിട്ട് അമ്മ രക്ഷിച്ചെടുത്താൽ പോലെ രക്ഷിക്കാമോ? ಮಗ ಹರಿದೇಶದಿದ್ದವಕ್ಕೆ ಪರೀಕ್ಷೆ ಕಳೆದು ಮತ್ತು ಆರೋಗ್ಯದಲ್ಲಿ ಯಾವ ತೊಂದರೆ ಏನಿದೆ എങ്കിലും ഇന്ന് കയ്യാന കൈ തന്നിരിക്കുന്ന അനുഭവം തന്നെയല്ലേ? സന്താനങ്ങൾ തന്നെയല്ലേ? അല്ലേ? ഇരിക്കട്ടെ. അമ്മേനെ കണ്ടിട്ടില്ലെങ്കിലും അമ്മക്ക് വേണ്ടിയുള്ളതായിരുന്ന അനുഭവം അല്ലേ? എങ്കിലും എന്താണ് ഗുരുദക്ഷിണ? ഗുരുവിനെ കാണുന്ന നിക്കരകത്ത് ഗുരുദക്ഷിണ കൊടുത്തിട്ടില്ലേ? എന്താണ് ഗുരുദക്ഷിണ കൊടുത്തിന്? ഏകലവ്യൻ അല്ലേ? അത് ദ്രോണാചാര്യ മനസ്സിൽ വിചാരിച്ചിട്ടില്ലേ അല്ലേ? ഏകലവ്യൻ അസ്ത്രാഭ്യാസങ്ങളൊക്കെയും പഠിച്ചത്. അന്ന് ഗുരുദക്ഷിണ എന്താണ് കൊടുത്തിന്? വിരുന്നാണ് കൊടുത്തിന് അല്ലെ? അങ്ങനെ ഒരു ദക്ഷിണയല്ലേ മാറാൻ വന്നത് അല്ലെ? 10-16 വർധനമൊക്കെയും അമ്മ കൊടുത്താൽ പോരെ? കൊടുത്ത് രക്ഷിക്കാം കേട്ടോ. ഇതും ചെയ്തിരിക്കുവനെ അടയാളമില്ലേ? അമ്മ തന്നിരിക്കുന്ന ധനമാണ്. 10-16 വർധനമൊക്കെയും അമ്മ തറവാടിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അനുഭവമാണിത് കേട്ടോ. ഇത് 21 സ്ഥാനത്തൊടാനില്ല കേട്ടോ. നെറ്റിക്കൊരു പൊൻകുറിയായി തൊട്ടാൽ ഇതിൻ്റെതായിരിക്കുന്ന കുളിരും കുറുമകളും നിങ്ങളൊന്നിരിക്കുന്നതായ തറവാടിനകത്ത് അമ്മ തരണം. ഇന്ന് 10 എത്തിയും സഭക്കൊരു വിളക്കും തന്നെയല്ലേ അമ്മ അല്ലേ? അകമ്പടി എങ്കിലും ഇന്നൊരു കോയ്മ സ്ഥാനം തന്നെയല്ലേ ഈ സന്നിധാനത്തിനകത്ത്. എൻ്റെ കത്തൂർ കടവാണെന്നിരിക്കുന്ന അഭിമാനം അത് ഇതേവർക്ക് കുറച്ച് കളഞ്ഞ അമ്മ കുറച്ച് കളയാനിട വരുത്താതെ അമ്മ തന്നെ നോക്കിയും കണ്ടും രക്ഷിക്കണമെന്നിരിക്കുന്നതായ ഒരു ഭക്തി എപ്പോഴും ഉണ്ടാവട്ടെ. സങ്കടമൊക്കെയും വരുന്ന ദിക്കിനകത്തും സന്തോഷത്തിലായിരിക്കുന്ന വഴികളും മൊഴികളൊക്കെയും അമ്മ കാട്ടി തന്നാൽ പോരെ? എൻ്റെ കത്തൂർ കടവാണോ രക്ഷിക്കാം. വായിൽ എന്താത് ഊക്കെല്ലാം പോയി ഊന്ന് വടിയെങ്കിലായി ഇനി എന്ത് വേണ്ടും എൻ്റെ മാതാവേ? മഹാരോഗത്തിങ്കിലിട്ട് വാട്ടം വരുത്തുവാൻ ഇടവരുത്താതെ നരകവാരുതിയാകുന്ന സാഗരത്തെ കടപ്പാൻ ഗുരുവെന്നിരിക്കുന്ന ബോധത്തെ കൊണ്ട് സാഗരത്തെ കടത്തി മുക്തി സായൂജ്യമൊക്കെയും തന്നാൽ പോലെ അമ്മ തന്ന് രക്ഷിക്കാം കേട്ടോ. സങ്കടമില്ലേ? എന്താണ് ഒരു വലുതായത് സങ്കടത്തിലിട്ട് ഒക്കെയും അകപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയും എൻ്റെ മാതാവ് പിടിച്ച് കയറാൻ കേട്ടണം അല്ലേ?
അതല്ലേ വേണ്ടത്? സന്താനങ്ങളെ കൊണ്ടാണോ? അല്ലേ? ഇരിക്കട്ടെ. എങ്കിലും നിങ്ങളുടേതായിരിക്കുന്ന കണ്ണിലെ കണ്ണീര് അമ്മയുടേതായിരിക്കുന്ന മാറത്ത് വീഴുവാൻ ഇടവരുത്താതെ അമ്മ രക്ഷിച്ചെടുത്താൽ പോലെ. അകമ്പടി സങ്കടമൊക്കെയും തട്ടിത്തിരിച്ചിട്ട് സന്തോഷത്തിലായിരിക്കുന്ന അനുഭവങ്ങളും ഐശ്വര്യങ്ങളും അമ്മ തന്നാൽ പോലെ. അന്ന് രക്ഷിക്കാം. ഇന്ന് വരക്കും പിടിച്ച കരം അവർ കളഞ്ഞില്ല. മാണിക്കം കുപ്പയെ കടന്നാലും അതിന്റെ പ്രവ നശിച്ചു പോവാൻ മതി. അതിന്റെ പ്രവ നശിച്ചു പോകില്ല കേട്ടോ. എങ്കിലും തറവാടിനകത്ത് സന്ധ്യാദീപം വെക്കുന്ന ദിക്കിനകത്ത് നല്ലവണ്ണം ഒന്ന് അകവടിഞ്ഞൊന്ന് പ്രാർത്ഥന ചെയ്തോ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അങ്ങനെ ഇരിക്കുന്ന നാമധേയങ്ങളൊക്കെയും ഉച്ചരിച്ചാൽ ആ നാവിന് നരകപീഡനം വരുത്തുവാൻ ഇടവരുത്താതെ അമ്മ രക്ഷിച്ചെടുത്താൽ പോരെ. രക്ഷിക്കാമോ കേട്ടോ. വീടുന്നിരിക്കുന്ന ഭാഗ്യങ്ങളൊക്കെയും തന്നില്ലേ അമ്മ? ഒന്നും ഉണ്ടാകില്ല. ഇന്നെല്ലാം തന്നില്ലേ അമ്മ? തന്നില്ല. ഇനിയും തരണം എൻ്റെ അമ്മ അല്ലേ? അളകാപുരിയിൽ വൈശ്രവണനും വാണപ്രകാരത്തികൾ വാഴേണ്ടതാക്കുന്നതായ അഭിമാനങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെയും ഇന്ന് തന്നിട്ടുണ്ട്. ഇനിയും വേണ്ടോളം വെച്ച് പരിപാലിച്ച് രക്ഷിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടേതാക്കുന്ന പെറ്റമാതാവിനെ കഴിച്ചാൽ പോറ്റിപ്പൊലിച്ച് കാത്തുരക്ഷിപ്പാൻ തക്കവണ്ണം ശക്തി ശ്രവണയായിരിക്കുന്ന മാതാവ് കൂടി ഉണ്ടായാൽ പോലെ. രക്ഷിക്കാമമ്മ. കൊടുത്തു പോകണം. ഇന്ന് തന്നെയല്ലേ കരുതിയത്? 10-16 വർധനവ് തന്നാൽ പോലെ അമ്മ. തന്ന് രക്ഷിക്കാം. നന്നായി വരും കേട്ടോ. ഒറ്റയ്ക്ക് സിദ്ധമായിരിക്കുന്ന ഔഷധമാണിത് കേട്ടോ. ഇത് നല്ലവണ്ണം തിരുവനന്തപുരം സൂക്ഷിപ്പാറായിരിക്കട്ടെ. പഴയ ഉറി കലത്തിൻ്റെ അകത്ത് പുതിയ പ്രകാരം സൂക്ഷിച്ചാൽ തറവാട് മുൻഭേദമായിട്ടും ശരീരം മുൻഭേദമായിട്ടും അന്ധകാരം വരുന്നതിനകത്തും അന്ധകാരമാകുന്ന ഇരുട്ടിനെ നീക്കം കളഞ്ഞിട്ട് നന്മയാകുന്ന വഴികളിൽ കൂടി നടക്കേണ്ടതായിരുന്ന ഭാഗ്യം അമ്മ തന്നാൽ പോരെ. തന്ന് രക്ഷിക്കാം കേട്ടോ. ആയുസ്സും ആരോഗ്യങ്ങളും അമ്മ തന്നാൽ പ്രധാനമില്ലേ അല്ലേ? ഇന്ന് അമ്മേനെ കൂടിക്കണ്ടില്ലേ? സന്തോഷമായില്ലേ? സൽക്കർമ്മജാലങ്ങളാ നിഷ്കാമ ഭക്തി കൊണ്ടും ഭഗവത് ദർപ്പണങ്ങളാകുന്ന കാക്ഷക്ഷേത്രം എപ്പോഴും പരിശുദ്ധി ചെയ്യുമാറാവട്ടെ കേട്ടോ. എന്നാൽ വചനം കേട്ട് പോകുന്ന പ്രകാരം ആസനത്തിനും ഭോജനത്തിനും അമ്മ കുറവടി വരുത്തുവാൻ ഇടവരുത്താതെ ശക്തി ശ്രവണയായിരിക്കുന്ന മാതാവ് രക്ഷിച്ചെടുത്താൽ പോലെ. രക്ഷിക്കാമമ്മ. ഇന്നേ വരക്കും സങ്കടത്തിലിട്ട് കൂട്ടി കൊടുപ്പിച്ചിനോ അമ്മ? ഇല്ല. വലുതായിരിക്കുന്ന സങ്കടമൊക്കെയും വരുന്ന ദിക്കിനകത്ത് അതിൽ നിന്നൊക്കെയും പിടിച്ച് കരകയറ്റി തന്നില്ലേ അമ്മ? ഇനിയും തന്നാൽ ചാടിക്കളയില്ല മാതാവ്. ആ മാതാവിനെ എപ്പോഴും കുമ്പിടുമാറാവട്ടെ. ഇച്ഛിച്ച ക്രിയാകർമ്മശ്രവണി തന്നെയല്ലേ മാതാവ്? ആ മാതാവിനെ നല്ലവണ്ണം എപ്പോഴും ഒന്ന് കുമ്പിടുമാറാവട്ടെ. നിങ്ങൾക്ക് വേണ്ടുന്നിരിക്കുന്ന സർവ്വഭാഗ്യങ്ങളും ആരോഗ്യ സമ്പൽ സമൃദ്ധികളൊക്കെയും അമ്മ തന്നാൽ പോരെ. ഗുരുവിനെ കാണുന്ന കാലത്ത് ഗുരുവിൻ്റെ വേണ്ടി അത്തുംതാളികളും പിഴിഞ്ഞിട്ട് ഗുരു ശാപത്തിന് ഇടവരുത്തിച്ച് കളയാൻ ഇടവരുത്താതെ അമ്മ രക്ഷിച്ചെടുത്താൽ പോരെ. കമ്പടി രക്ഷിക്കാം. കിതൂർ അല്ലേ? എൻ്റെ കിതൂർ മുട്ടുന്നിരിക്കുന്ന പ്രധാനല്ലേ? എൻ്റെ അകമ്പടി തന്നെയല്ലേ അല്ലേ? പത്താക്കൊരു മെത്തിയും സഭക്കൊരു വളക്കുമല്ലേ മാതാവ് അല്ലേ? രാജമുഖത്തും ജാതിമുഖത്തും പന്തിയിലും പൂർവ്വസ്ഥാനങ്ങളിലും ചെല്ലുന്ന ദിക്കിനകത്ത് ഇന്നേ വരക്കും ചെന്ന കളത്തിൻ്റെ അകത്ത് അന്യനെ ഓമ്പത്ത് ശിരസ് വണങ്ങാൻ അമ്മ ഇടവരുത്തിയിട്ടല്ലോ. ചെന്ന ദിക്കിനകത്ത് ശ്രീമാനായിട്ട് വാഴേണ്ടതായിരിക്കുന്ന പരമഭാഗ്യമൊക്കെയും ഇന്ന് വരെയും തന്നില്ലേ അമ്മ? ഇനിയും തരണമെൻ്റെ അമ്മ അതല്ലേ വേണ്ടത്? പോതിക്കിനകത്തും പുറപ്പണയക്കത്തും വായിലെ നാവിനും വലത്ത് കൈക്കും സഹായമായിട്ട് അമ്മ കൂടി ഉണ്ടായാൽ പോരെ. ശത്രുക്കാരൻ കണ്ണും കൈയും മികച്ചു വരുന്ന ദിക്കിനകത്തും ശത്രുക്കാരനെ തടഞ്ഞു നിർത്തിയിട്ട് അമ്മ സൗഖ്യം തന്നാൽ പോരെ. സൗഖ്യം നിന്ന് രക്ഷിക്കാം. കുഞ്ഞു കുടുംബാധികന്മാർക്ക് വീടുന്നിരിക്കുന്നതായ സൗഖ്യത്തെ തന്നാൽ പോരെ. ഇതും ചെയ്തേക്കുന്നതായ വെടി അനേകം ശ്രുതികളേറെ കേട്ടിരിക്കുന്ന വെടി തന്നെയല്ലേ അല്ലേ? എൻ്റെ ചെറുത് കുത്തുന്നിരിക്കുന്നതായ അഭിമാനങ്ങളും ഐശ്വര്യങ്ങളും അനേകം കേട്ട് രക്ഷിക്കാം. തൻ്റെ മാതാവും പിതാവും ചൊല്ലിത്തിരിഞ്ഞിരിക്കുന്ന വഴികൾക്കും മുടികൾക്കും നടന്നാൽ അമ്മെന്നിരിക്കുന്ന രക്ഷകൾ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ. സാറി ഭക്തി വേണ്ടിയിട്ടാണ് അമ്മേനെ വിളിച്ചത്. ഭക്തി കൊണ്ട് അല്ലേ? ഇന്ന് ഭക്തി കൊണ്ട് അമ്മക്കൊരു ഹാരത്തെ തന്നിട്ടുണ്ട്. 10-16 വർധനവ് തരണം എൻ്റെ അമ്മ അല്ലേ? എൻ്റെ 40,000 ഇരിക്കുന്ന കുടുംബാധികന്മാർ തന്നെയോ? 40,000 9-ാം ശരീരമാകുന്ന ശരീരത്തിനകത്ത് നിങ്ങളെ ഒരു ഭാര്യ ഭർത്താവ് ബന്ധം തന്നെയല്ലേ അല്ല പൈതങ്ങളെ? എങ്കിലും എൻ്റെ 48,000 ധരിക്കുന്നൊരു കുടുംബാധികന്മാർ തന്നെയല്ലേ അല്ലേ? അമ്മയോട് സങ്കടത്തോടും കൂടി അമ്മേനെ വിളിച്ചില്ലേ? മാറത്തടിച്ച് വിളിച്ചില്ലേ പൈതങ്ങളെ? ഇന്ന് അല്പമാകുന്നൊരു സുഖത്തെ തന്നില്ലേ? ആ തന്നത് കൊണ്ട് തന്നെയല്ലേ അമ്മേൻ്റെ മുന്നിലേക്ക് ഇന്ന് വരുവാൻ സാധ്യമായത് അല്ലേ? അത് പൂർണ്ണതയിലാവണ്ടേ? ഇത് സന്താനമല്ലേ അല്ലേ? എങ്കിലും ഇരിക്കട്ടെ.
ഏത് പ്രകാരത്തിലാണ് പോയി നിങ്ങളിത് ഭക്തി കൊണ്ട് അമ്മക്ക് തരുന്നിരിക്കുന്ന അനുഭവം അല്ലേ? ഇരിക്കട്ടെ അറുപത്തെണ്ണായിരം. ഇത് ഭാര്യ ഭർത്താവ് ബന്ധം തന്നെയല്ലേ ഇത് അല്ലേ? അറ്റുപോകുവാൻ ഇടവരുത്താതെ കണ്ട് ഇന്നേ വരക്കും അമ്മ രക്ഷിച്ചെടുത്തില്ലേ? ചരാചര ഗുരുവും സർവപ്രപഞ്ച ഹേതുവാകുന്ന പാർവതി പരമശിവന്മാർക്ക് മൂഷിക വാഹനമാകുന്ന ഗണപതിയെ രക്ഷിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ അമ്മ ഞങ്ങളെയും രക്ഷിക്കണം. വേറൊരാൾത്തരമില്ല കൈസഹായങ്ങളൊക്കെയും ചെയ്തു തരുവാൻ തക്കവണ്ണം. മേൽപോട്ട് നോക്കിയാൽ ആകാശം, കീഴ്പോട്ട് നോക്കിയാൽ ഭൂമിയും, ഇടം വലം തിരിഞ്ഞു നോക്കുന്ന കാലത്ത് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇതങ്ങളെ തറവാടിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നതായ ഒരു മാതാവിനെ ഒക്കെയും കൊണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടേതായിരിക്കുന്ന പൂർവികന്മാർ. അതൊക്കെയും മറന്നുപോയി. എങ്കിലും ഇന്ന് കണ്ടില്ലേ അമ്മേന? സന്തോഷമായില്ലേ? ഈ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും അമ്മ കുറച്ചു കളയാൻ ഇടവരുത്താതെ ഈ ശക്തിസൂമയായിരിക്കുന്ന മാതാവ് രക്ഷിച്ചെടുത്താൽ പോലെ എന്ത് ചെയ്യുന്നു? ഇരിക്കട്ടെ. ഇതികരിയും മറുകരിയും ഒക്കെയും കടന്ന് കരകയറിയില്ലേ സന്താനങ്ങൾ? വേറൊരു വിഷമാദികൾ വന്നുപോയോ? എങ്കിലും ഇന്ന് അല്പമാകുന്ന ഒരു സുഖത്തെ തന്നില്ല അമ്മ അല്ലേ? ഇരിക്കട്ടെ. ആരോഗ്യ സമ്പൽസമൃദ്ധികളൊക്കെയും അമ്മ കൊടുത്താൽ പോലെ തൻ്റെ മാതാവും പിതാവും ചൊല്ലിത്തെഴുതിക്ക വഴികൾക്കും മുടികൾക്കും വരുത്താതെ നല്ല അച്ഛൻ്റെ മക്കളായി വളർന്നാൽ അതിൻ്റെ ഗുണപ്രാപ്തികളൊക്കെയും നിങ്ങൾക്കാണ് കേട്ടോ. രക്ഷിക്കാമമ്മ. ദീർഘായുസ് തന്നിട്ട് ദീർഘസുമംഗലിയായിട്ട് വാഴേണ്ടതായിരിക്കുന്ന ബ്രഹ്മഭാഗ്യം അമ്മ തന്നാൽ പോലെ തന്ന് രക്ഷിക്കാം കേട്ടോ. നന്നായി വരും. വെച്ച് പരിപാലിച്ച് രക്ഷിക്കാം കേട്ടോ. മറന്നു പോകണ്ടേ? സദ്യാദീപം വെക്കുന്ന ദിക്കിനകത്തും അകമഴിഞ്ഞൊന്ന് പ്രാർത്ഥന ചെയ്തോ അമ്മേന കേട്ടോ. എൻ്റെ മാലിംഗേശൻ എന്നിരിക്കുന്ന അഭിഷേകം ഒടുക്കുന്ന സ്ഥലക്കൂറിനകത്തും ഈ നടയിലല്ലേ വസിക്കുന്നത് എൻ്റെ പൈതങ്ങൾ. വേറൊരു വിഷമാദികൾ ഇന്നേ വരക്കും വരുത്തിയില്ല മാതാവ്. ഒരു വലുതായിട്ട് അന്ധകാരം ഒക്കെ വന്ന് പിടിപെടുന്ന ദിക്കിനകത്തും അതിൽ നിന്നൊക്കെ പിടിച്ച് കരകയറ്റി തന്നില്ലേ അമ്മ? തന്നില്ലേ? ഇനിയും തന്നാൽ പോരെ അമ്മ? തന്ന് രക്ഷിക്കാം കേട്ടോ. നന്നായി വരും. കേട്ടോ. ഭക്തി ഇല്ലായിട്ടല്ല വിഷയിക്കുന്നത്. ഭക്തി പഴയത്തിലാവാം. കാമത്താൽ ഗോപികൾക്കും ഭയം കൊണ്ട് ഭക്തിയും ഋഷി കൊണ്ട് ശിവാലന്മാർ, സംബന്ധം കൊണ്ട് യാദവന്മാരും, ഭക്തിയാൽ പാണ്ഡവന്മാര്, ഭക്തി മാത്രപ്രകാരത്തിൽ ഒരു ഭക്തി എപ്പോഴും ഉണ്ടാവട്ടെ. അന്യഭൂമത്തിൽ ജലമെന്നവരിലും തന്ത്രിക്കരം കൊണ്ട് സിദ്ധിച്ചാൽ അത് പുണ്യാഗത്തിൽ തുല്യം തന്നെയാവാം. ഇന്ന് അമ്മേനെ കരം കൊണ്ട് സിദ്ധിച്ചിരിക്കുന്നതായ ഔഷധമാണ്. 21 സ്ഥാനം തൊഴാത്തിന് വരികയും നെറ്റിക്കൊരു പൊൻകുറിയായി തൊട്ടാൽ ഇതിൻ്റെതായിരിക്കുന്ന കുളിരും കുറുമകളൊക്കെയും നിങ്ങളൊന്നിരിക്കുന്ന തറവാടനകത്ത് അമ്മ തന്നാൽ പോലെ സംരക്ഷിക്കാം. അങ്ങനെയൊക്കെ പ്രധാനമല്ലേ? ഇത് 96 മഹാവ്യാധിക്കും 108 ഔഷധം തന്നെയാവാം. വാക്കോട്, വസൂരിയോട്, നട്ടക്കുട്ടത്തോടും നട്ടഭ്രാന്തോട് തൊട്ടുനീരി വട്ടം വരുന്ന ദിക്കിനകത്തും തഴുകിയടിച്ച് ഉണപ്പാട് വരുത്തി തന്നേക്കണം എൻ്റെ മാതാവേ. അങ്ങനെ ഇരിക്കുന്നതായ ഒരു ഭക്തി എപ്പോഴും ഉണ്ടാവട്ടെ. പാടാർകുളങ്ങനെ ഭഗവതിയും ശേഷമുള്ള ഇരിക്കുവാൻ എൻ്റെ അമ്മ കൂടി ഉണ്ടാവണം. അങ്ങനെ ഇരിക്കുന്നതായ ഭക്തി ഉണ്ടാവട്ടെ. എങ്കിലും അന്നപൂർണേശ്വരിയായിട്ടും ഉച്ചിലൊഴിച്ച് മുഖിനി മാതാവെന്നിരിക്കുന്ന ഒരു പരാശക്തി ഇതിന് വലിയ തറവാടിനകത്ത്. അത് മറന്നുപോയിനോ? ഇല്ല, മറക്കണ്ട. അത് മറക്കണ്ട നിങ്ങൾ കേട്ടോ. അന്നപൂർണേശ്വരിയാണ് നിങ്ങൾക്ക് തറവാടിനകത്ത്. ദീപം വെക്കുന്ന ദിക്കിനകത്ത് മുൻപ് വേണം. നല്ലവണ്ണ സ്മരണ ചെയ്തോ കേട്ടോ. ആ നാവിന്റെ നരകപീഠ നമ്പരുത്തുവാൻ ഇടവരുത്താതെ ശക്തിസൂയായിരിക്കുന്ന മാതാവ് രക്ഷിച്ചെടുക്കാൻ പോയി. ഫലത്തിലുള്ളതായിരിക്കുന്ന അനുഭവത്തിനും വിഷയത്തിനും അമ്മ കുറവടി വരുത്തുവാൻ ഇടവരുത്താതെ നാളേക്കും നീളേക്കും 4 പതിറ്റാണ്ട് കാലം വരെയും നിങ്ങളെന്നിരിക്കുന്ന കുഞ്ഞുകുട്ടി കുടുംബാധികന്മാർക്ക് മാതാവ് എന്നിരിക്കുന്ന രക്ഷ തന്നാൽ പോലെ. രക്ഷിക്കാം മാതാവ്. നമ്മളെ ഇതും ചെയ്തേക്കുവിനെ.
അകമ്പടിമാരെ ഏവരോടുമാണേ മുൻപേതുമായിട്ട് കഴിഞ്ഞ കാലേ അങ്ങനെ ഉറക്കി കളിക്കലല്ല കുഞ്ഞീന. എല്ലാവരോടും ചോദിച്ചിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ യോഗനിദ്ര ഒന്ന് ഉണർത്തട്ടെ. എല്ലാവരും അപ്പത്തിപ്പത്തും നോക്കുന്നുണ്ട് എങ്ങനെയാണ് യോഗനിദ്ര ഉണർത്തരുന്ന്. നിങ്ങളെ കുഞ്ഞിനിങ്ങനെ ഉണർത്തിയാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഉണരൂല അല്ലേ? എന്റെ കുഞ്ഞ് ഇപ്പോഴേ വെടിയിക്കുന്നില്ലെന്ന് പറഞ്ഞു. നല്ല ചളിയെല്ലാം പിടിച്ചിരുന്ന ആള് അല്ലേ? നോക്കട്ടെ. ഇതിപ്പോ അടൂർ പൊടി കയറിയ പോലെ ഞാൻ മന്ത്രവാദി ഇത് ആരാക്കിനി കുഞ്ഞീനാ? ഇതെന്റെ മന്ത്രവാദി ആക്കിയതോ അല്ല എന്റെ പൂജാരി ആക്കിയത്? ആരാക്കിനി? ഇത് പൂജാരി ആക്കിയ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം പിടിച്ച് കെട്ടിയിട്ട് എല്ലാം അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. കലിയുഗത്തിനകത്ത് കുഞ്ഞീനാക്കിയാൽ ഇങ്ങനെയാണ് അല്ലേ? അതേക്കറ കയ്യും കാലും തലയെല്ലാം ഒരേപോലെയല്ലേ അല്ലേ? അത് കലിയുഗ വാസനകളല്ലേ അല്ലേ? നിങ്ങളെ കുഞ്ഞിക്ക് എങ്ങനെയാണ് ഭോജനം? ഞാനെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഭോജനം. ഭോജനെല്ലാം കഴിഞ്ഞിട്ടാണ് സ്നാനം ചെയ്യുന്നത് കേട്ടോ. കുഞ്ഞിനെ ഇങ്ങനെ തിന്നിക്കല്ലോ കേട്ടോ. ജലത്തിന് കുറവടി ഉണ്ടാവിടാ. ഞാൻ തീരെ ഇല്ല ജലം. മന്ത്രവാദിക്ക് ജലം മതി അല്ല? മന്ത്രവാദിന്റെയോ അകമ്പടിയിലോ ഭവനത്തിനകത്ത് കോയക്ക പന്തലെല്ലാം വെച്ചാ പിന്നെ ദൃഷ്ടി പതിക്കുകയില്ല അല്ലെ? കേട്ടോ ഉള്ളതിന്റെ ഒരു കാവല്ലം വേണ്ടേ? പോന്നവന്റെ പോക്കും വരുന്നവന്റെ വരുത്തും കൊട്ടവൻ്റെതായ മുട്ടും മുറിഞ്ഞവൻ്റെതായ മുദ്രയും നോക്കിയും കണ്ടും രക്ഷിക്കുവാൻ തക്ക വണ്ണം ഈ ചതുർക്കടിക്കകത്തൊക്കെ കരിങ്കാലിന്റെ പോക്കുണ്ട്. അന്ത്യക്കും സന്ധ്യക്കും പാതിരാ നേരത്തൊക്കെയും. അതിൽ നിന്നും അകപ്പെട്ടു പോകല്ലേ. അതൊക്കെ അങ്ങോട്ടൊരു കുത്ത് ഇങ്ങോട്ടൊരു കുത്ത്. എന്റെ അനുഭവം അങ്ങനെയല്ലേ അല്ലേ?
കാലങ്ങളാട്ട് ഭാഗ്യങ്ങളൊക്കെയും കേട്ടോ. അളിയനാന്ത്രവാദി ഇനി കൂടിക്കാണുന്ന കാലങ്ങളാട്ട് ഭാഗ്യങ്ങളൊക്കെ. അതുവരെയും എന്ത് വേണം? കരിങ്കാലൻ പോന്നവൻ്റെ പോക്കും വരുന്നവൻ്റെ വരുത്തും കുത്തിവതായ മുട്ടും മുറിഞ്ഞവനെ മുദ്രയും നോക്കിയും കണ്ടും രക്ഷിക്കുവാൻ തക്ക വണ്ണം ഈ ചതുർക്കടിക്കകത്തുണ്ട് കേട്ടോ. എന്നാൽ ഇനി എന്താണ് വേണ്ടത്? കരിങ്കാലൻ്റെ ഒരു മുടിയുണ്ടോ കണ്ടു വെക്കാൻ തക്കവണ്ണം. ദൈവമറിയാതെ മായില്ല, ഗുരു രസിക്കാതെ വിദ്യയില്ല. ഗുരുവിനും മെരുവിനും കൊടുത്തിരിക്കുന്ന ഭാഗ്യം പോലെ രക്ഷിച്ചെടുക്കാം കേട്ടോ. Okay.